അങ്ങനെ ക്യാപ്റ്റൻ മില്ലിൻ്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. ട്രെയിലർ കണ്ടു, ഒരു രക്ഷയില്ലാതെ ട്രെയിലർ എന്നാണ് പറയുക. കിടിലൻ ട്രെയിലർ. അതിൻ്റെ ഒരു ബ്യൂട്ടിനെ കുറിച്ച് ഞാൻ പറയാം. അതിൻ്റെ ഒരു എഡിറ്റിംഗ് തന്നെയാണ് അതിൻ്റെ ബ്യൂട്ടി. ശരിക്കും ആ ട്രെയിലർ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി ഒരു രക്ഷയില്ല തന്നെയാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് വെച്ചിരിക്കുന്ന ആ രീതിയിൽ ആ ട്രെയിലർ എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതി അത് ഗംഭീരം തന്നെയാണ്. അതൊന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ട്രെയിലറിൻ്റെ ഒരു ഫുൾ ഔട്ട്പുട്ടായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തങ്ങിയിരിക്കുന്ന സംഭവം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതിൻ്റെ അപ്പുറം ആ ഒരു ഓരോ സീൻസ് ഷോട്ടാക്കിയിട്ട് വെടിവെക്കുന്നതും ആ ഒരു ഗൺഷോട്ടും കാര്യങ്ങളും കാണിച്ചിട്ടുള്ള ഒരു എഡിറ്റിംഗ്. അത് മുമ്പും അങ്ങനത്തെ എഡിറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം കണ്ട് എഡിറ്റിംഗ് തന്നെ. പക്ഷേ അത് ഈ ട്രെയിലറിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്തിൻ്റെ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് എസ്പെഷ്യലി ആ ഒരു വിഷ്വൽസിൻ്റെ കാര്യത്തിലായാലും ആ ഒരു ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന കാര്യത്തിലായാലും എല്ലാം കൊണ്ടൊരു പ്ലസ് എക്സ്ട്രാ ഓർഡിനറി ഫീൽ നമുക്ക് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു ട്രെയിലറിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്നാണ് പറയുക. സോ ട്രെയിലറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ട്രെയിലറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിടിലൻ ട്രെയിലർ. അത് അതിൻ്റെ വിഷ്വൽസ് ആയിക്കോട്ടെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, എല്ലാം കൊണ്ട് മികച്ച രീതിയിൽ തന്നെ ആ ഒരു ട്രെയിലർ നിൽക്കുന്നുണ്ട്. സോ ടീസർ ഇറങ്ങിയ സമയം തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു. ടീസർ ഇറങ്ങിയ തന്നെ നമുക്ക് ടീസർ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ നല്ല ഇരിക്കുന്ന ഒരു കളർ ഗ്രേഡിങ്, ഒരു പ്രത്യേകതരം ഒരു ഫീലിംഗ് തരുന്ന ഒരു ട്രെയിലർ തന്നെയായിരുന്നു അത്. സോ അതിനെക്കാട്ടും നല്ല ഇരിക്കുന്ന മികച്ച രീതിയിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു ക്യാപ്റ്റൻ മില്ലർ ട്രെയിലർ. സോ സിനിമേൻ്റെ കുറേ ഐഡിയാസും കാര്യങ്ങളും ഇതിൻ്റെ ഏകദേശം കിട്ടുന്നുണ്ട്. കുറച്ചെല്ലായിട്ട് ഈ ട്രെയിലർ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ഈ മുമ്പത്തെ സിനിമയെല്ലാം കണ്ട ഏകദേശം അതേ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ചർച്ച ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ മുമ്പത്തെ സിനിമയെല്ലാം കണ്ട പോലെ ഒരു ബ്രിട്ടീഷുകാരും നമ്മളെ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സും ഒരു യുദ്ധം കാര്യങ്ങളും അതേപോലെ തന്നെയാണ്. അത് മുമ്പ് കുറേയധികം സിനിമ നമ്മൾ കണ്ടു തന്നെയാണ്. പക്ഷേ എന്തെല്ലാം ഒരു പുതുമയും കാര്യങ്ങളും ഈ ഒരു ട്രെയിലർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ വിഷ്വൽസും കാര്യങ്ങളും കാണിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കര ആക്ഷൻ സീക്വൻസ് എല്ലാം കുറേ അധികം തന്നെ ഒരു കുത്തിയിറച്ചി കാണിച്ചിട്ടുള്ളൂ. അതെല്ലാം ഭയങ്കര രസമുണ്ട്. പിന്നെ ധനുഷാകട്ടെ, ധനുഷിൻ്റെ ഒപ്പം കൊടുക്കുന്ന ആൾക്കാരാകട്ടെ, അവരെ കൂടെ എല്ലാം ഗണ്ണെല്ലാം ഉള്ള സമയത്ത് നമുക്ക് പ്രത്യേക ഫീൽ ഇരുന്നുണ്ട് ആ ഒരു സംഭവം കാണുമ്പോൾ. സോ അങ്ങനത്തെ കുറേ ത്രില്ലടിക്കുന്ന മൂവ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ട്രെയിലർ ശരിക്കും ഈ ട്രെയിലർ ഈ സിനിമേനെ കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. ട്രെയിലർ കുറച്ചും കൂടി നമുക്ക് പ്രതീക്ഷ കൂട്ടി. പിന്നെ ഇതിനകത്ത് കുറേ അധികം ക്യാരക്ടറിനെ വരെ റിവീൽ ചെയ്തു കേട്ടോ ട്രെയിലർ തന്നെ. അതായത് ടീസറിൽ കാണിച്ചുള്ള കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഇതിനകത്ത് കുറച്ചും കൂടി ആ ഒരു ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ഗ്ലിംസും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ശിവരാജ് കുമാറിൻ്റെ ഒരു ഗ്ലിംസ് കാണിച്ചു. അങ്ങനെ കുറേ പുതിയ ക്യാരക്ടേഴ്സിന് ഇവരിൻ്റെ അകത്ത് ഒരു ട്രെയിലർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അവരെവിടെയാ പ്ലേസ് ഇരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ഐഡിയ തന്നിട്ടില്ല. നല്ല സിനിമ കണ്ടാലും മനസ്സിലാവും. സോ ധനുഷിൻ്റെ ആ ഒരു ഡയലോഗും ആ ഒരു വിഷ്വൽസും എല്ലാം ഗംഭീരം തന്നെ. എസ്പെഷ്യലി ധനുഷ് ഒരു ബൈക്ക് എടുത്ത് പോകുന്ന സീനുണ്ട് വളച്ചിട്ടുള്ള ഒരു ട്രെയിലറിലെ ക്ലൈമാക്സ് എത്തുന്നത്. എന്തൊരു വിഷ്വൽ സാധനമാണ് അതെല്ലാം. ഫുള്ളൊരു ബ്രൗണിഷ് കളർ ഗ്രേഡാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ടീസർ ഇറങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് മൂവി ഫുള്ളൊരു ബ്രൗണിഷ് കളർ തന്നെയായിരിക്കും. നമ്മൾ ഈ സലാറിലെല്ലാം നമ്മൾ ആ ഗ്രേ ഷെയ്ഡും കാര്യങ്ങളും കാണുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഫുള്ള് ബ്രൗണിഷ് ഷെയ്ഡ്, ഒരു മണ്ണിൻ്റെ സാൻഡിൻ്റെ കളറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ധനുഷിൻ്റെ ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളും അത് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് ധനുഷിൻ്റെ അടുത്തൊരു മികച്ച സിനിമ തന്നെ ആകാൻ സാധ്യതയുണ്ട് ഈ സിനിമ. അങ്ങനെയാണ് മൂപ്പര് ഒരു ക്യാരക്ടറിനെല്ലാം പോർട്രേറ്റ് ചെയ്ത് വെച്ച പോലെ എനിക്ക് തോന്നി ട്രെയിലർ കണ്ടപ്പം. നല്ല ഇങ്ങനെ പ്രതീക്ഷ കൂടി സിനിമ. സോ ട്രെയിലറിനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലസ് എഡിറ്റിംഗ് അത് തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്നാണ് പറയാം. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം അടിപൊളി തന്നെ ആയിക്കുന്ന ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. സോ അങ്ങനത്തെ കുറേ ഗുണ്ടുപൊട്ടുന്ന എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസിൽ, അതായത് കുറേ ബ്രിട്ടീഷുകാരാന്ന് തോന്നുന്നു. ആ ബ്രിട്ടീഷുകാരെ കുറേ സൈഡിൽ ഇങ്ങനെ മേലെ ഒരു കുരിശ് പോലെ കെട്ടിയിട്ട ഒരു സീക്വൻസ് ഉണ്ട്. എന്നിട്ട് ആ ഒരു ബോംബ് പൊട്ടുമ്പോൾ ഓരോന്നായിട്ട് ആ ഒരു പൊട്ടുന്ന സീക്വൻസ് ഉണ്ട്. ആ ട്രെയിലർ അവസാനം ഒരു മ്യൂസിക് എന്താകുമ്പോൾ ഒരു കട്ട് ചെയ്ത് വെച്ച സാധനം അതിൽ കിട്ടിയില്ല. എന്ത് വിഷ്വൽസ് അത്. അത്രക്കും ഒരു ഭയങ്കര വയലൻസ് ഉള്ള സംഭവം തന്നെയാണെന്ന് തോന്നും കേട്ടോ. കുറേ അധികം വയലൻ്റ് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ബ്ലഡ് ഷെഡും കാര്യങ്ങളും കൂടുതൽ കാണിക്കുന്നത്, എന്നാലും കുറേ അധികം വയലൻസും കാര്യങ്ങളും ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ടീച്ചർ തന്നെ ധനുഷ് ഒരാളെ മറ്റേ സംഭവം കൊണ്ട് കുത്തുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര റോ ആയിട്ടുള്ള സീൻ തന്നെ. അതേപോലെ കുറേ സീക്വൻസ് ഉണ്ടാവും തന്നെയാണ് ഈ ഒരു ട്രെയിലറിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. സോ കൂടുതൽ പ്രതീക്ഷ കൂടിയാണ് പറയാം. കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം ഗംഭീരം തന്നെയായിരിക്കും. അപ്പോൾ ധനുഷിൻ്റെ അടുത്തൊരു ബാങ്ക് തന്നെയായിട്ട് ഈ സിനിമ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുറേ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാവരും ഡെവലപ്മെൻറ്റും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി കാത്തിക്കുന്നതാണ്. ഞാനകത്ത് കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊന്നുമല്ല. സ്റ്റോറിയിൽ നമ്മൾ മുമ്പ് കണ്ട സിനിമേൻ്റെ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ട്രെയിലർ കണ്ടപ്പോൾ. എക്സ്ട്രോഡിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടാണ് ആഗ്രഹം. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ധനുഷിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണുള്ള എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നത്. സോ അത്ര വേണമെങ്കിൽ എനിക്ക് ട്രെയിലറിനെ പറ്റി ട്രെയിലർ രക്ഷയില്ലാത്ത ട്രെയിലർ തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സോ 12-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതായത് 11-ന് ഓസ്ലർ, പിന്നെ 12-നാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. സോ കട്ട വെയിറ്റിംഗ് തന്നെയാണ്. കിടിലൻ സിനിമ തന്നെയാട്ടെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.